ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 46 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? പ്രിയരെ, കർത്താവിനെ അറിയുകയും ഈ കർത്താവിൻ്റെ വഴിയെ നടക്കുകയും ഈ കർത്താവ് രക്ഷിതാവാണെന്നൊക്കെ പറയുകയും എന്നാൽ ജീവിതം കൊണ്ട് ഒരു ബന്ധവും ഇല്ലാതെ നടക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മെ തന്നെ പ്രിയരെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നമ്മൾ അങ്ങനെയാണോ? കർത്താവ് പറയുന്നു, എൻ്റെ വചനം കേട്ടിട്ട് എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അടുത്തവിടെ യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ വീട് പണിയുമ്പോൾ കർത്താവ് പറയുന്നു, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച ഉടനെ അത് വീണു. ആ വീട്ടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. വേറെ കർത്താവ് പറഞ്ഞു തുടങ്ങി ഇങ്ങനെയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കാത്തത് എന്ത്? അതിൻ്റെ അടുത്ത ഭവിഷ്യത്ത് പറയുകയാണ്, ഞാൻ പറയുന്ന വചനം അത് കേട്ടനുസരിക്കുന്നവനാണെങ്കിൽ. ഒരു വീട് ബുദ്ധിയുള്ള മനുഷ്യൻ പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ മുകളിൽ വെച്ചല്ല ചെയ്യുന്നത്, അത് ആഴെ കുഴിച്ച് അതിനകത്ത് പാറയിട്ട്. കാരണം എന്തുവാ? ആ പണിയുന്ന മനുഷ്യൻ അറിയാം, നാളൊരു വെള്ളപ്പൊക്കം വന്നേക്കാം, നാളൊരു കാറ്റടിച്ചേക്കാം, എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പണിയുന്ന വീട് അടിസ്ഥാനമിട്ട് പണിതാൽ ഇതൊന്നും എന്നെ തൊടത്തില്ല എന്ന് ബുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. എന്നാൽ ബുദ്ധിയില്ലാത്ത മനുഷ്യനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ മനുഷ്യന് വീട് പണിയുന്നുണ്ട്, പക്ഷേ കാറ്റടിച്ചപ്പോൾ അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. വേറെ കർത്താവ് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് വരുവാൻ പോകുന്ന ലോകത്തിൽ കർത്താവ് ഒരുക്കിയിട്ടിരിക്കുന്ന നിത്യതയ്ക്കകത്ത് പ്രവേശിക്കാതിരിപ്പാൻ ശത്രു കൊണ്ടുവരുന്ന ഈ ലോകത്തിലെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയി ഉടഞ്ഞു പോകാതെ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഈ നല്ല കർത്താവിനെ വിട്ടിട്ട് ഓടിക്കളയാതെ ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിതതുപോലെ ഏത് പ്രതിസന്ധിയിലും ഉറപ്പോടെ നിന്ന്, ഇവിടെയല്ല, എനിക്ക് ഉയരത്തിലൊരു ഭവനമുണ്ട്, അവിടേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് എന്ന് ഉറച്ച് വിശ്വസിച്ച് തളർന്നു പോകാതെ, തകർന്നു പോകാതെ ആത്മാവിൽ മുന്നേറുവാൻ ദൈവകൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.